എമ്പുരാൻ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം റീ എഡിറ്റിംഗ് വന്നു. റീ എഡിറ്റിംഗ് വന്നപ്പോൾ 10-24 വെട്ടാണ് ആ സിനിമയിൽ എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നന്ദി പറയുന്ന സെക്ഷനിൽ നിന്ന് നടൻ സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കിയിരുന്നു. അത് നടൻ സുരേഷ് ഗോപി ആ പേര് ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കാരണം സിനിമ BJP രാഷ്ട്രീയ നിലപാടുകൾക്ക് എതിരായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനൊരു സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ കേന്ദ്രത്തിലുള്ളവർ ഇത് മുറിച്ച് മാറ്റണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് നടൻ സുരേഷ് ഗോപി പറയുന്നത്. പക്ഷേ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ അത് മുറിച്ച് മാറ്റി ഒരുപാട് എഡിറ്റിംഗ് ചെയ്തു. കാരണം BJPക്ക് അനുകൂലമല്ലാത്ത ഒരു സിനിമയാണ് ആ സിനിമ. കേരളത്തിലെ മുന്നണികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം ആ നടൻ പറഞ്ഞത് എല്ലാ ബിസിനസ് സിനിമയിലൂടെ നടക്കുന്നത് ജനങ്ങളെ ഇളക്കി വിട്ട് പണം വാരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എമ്പുരാൻ സിനിമ മാത്രമല്ല, എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണല്ലോ. പണം വാരാൻ വേണ്ടിയിട്ട് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. കാരണം അല്ലാണ്ട് ഭഗവത്ഗീതയും ബൈബിളും ഖുറാനൊക്കെ വായിച്ച് ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. സിനിമ ഒരു കഥ മാത്രമാണ്. അത് കുറച്ച് നേരം ഇരുന്ന് കാണാം എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റവും അത് സൃഷ്ടിക്കാൻ പോകുന്നില്ല. സിനിമ കണ്ടിട്ട് ഇന്നുവരെ ആരും ഗുണം പിടിച്ചിട്ടില്ല. സിനിമ കണ്ടിട്ട് നമ്മുടെ സമൂഹത്തിലെ ഒരു മണ്ഡലങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല, ഒരു സാമൂഹിക ഘടനയ്ക്കും മാറ്റം വന്നിട്ടില്ല. കാരണം സിനിമ കണ്ടിട്ട് ആരും അവരുടെ ജീവിതത്തിൽ അവർ നല്ലവരായിട്ടില്ല. അതാണ് അതിൻ്റെ വസ്തുത. സിനിമ സ്ഥാപക താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, ഉപജാതി താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, ശാരീരിക താല്പര്യങ്ങൾ, ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അത് കണ്ടുകൊണ്ടിരിക്കാനേ പ്രേക്ഷകർക്ക് പറ്റത്തുള്ളൂ. അത് നിർമ്മിക്കുന്ന ആളുകളുടെ പുറകിൽ അവരുദ്ദേശിക്കുന്നത് പൈസയാണ്. ആ പൈസ ഒരു കഥയിലൂടെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് എല്ലാ സിനിമാക്കാരുടെയും അന്തിമ ലക്ഷ്യം. അത് എമ്പുരാൻ സിനിമയുടെ മാത്രമല്ല. കാരണം ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്സ്, ഫൈറ്റ്, റൊമാൻസ്, കുടുംബകലഹം, അണ്ടർവേൾഡ് മാഫിയ ബന്ധങ്ങൾ, കള്ളക്കടത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ കഴിയും. ഇതെല്ലാം ഇതേ ജോലി ചെയ്യുന്ന ഒരുപാട് പേർ സിനിമയുടെ വെളിയിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ എടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേരെ പ്രീതിപ്പെടുത്തി, ഒരുപാട് പേരെ സന്തോഷിപ്പിച്ചിട്ടാണ് ഓരോ സിനിമകളും ഇറങ്ങുന്നത്. അതുകൊണ്ട് സിനിമ എപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്പോൾ എമ്പുരാൻ സിനിമ അപ്രകാരമായിരുന്നില്ല. അത് ഇന്ത്യയിലുള്ള പല നടന്ന സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് സിനിമ എടുത്തത്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം.